അബൂജാഹിൽ വെട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ വയക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു അബൂജാഹിലിനോട് ചോദിച്ചു, അബൂജാഹിലെ, നിനക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ഇത് പറഞ്ഞാൽ നീ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ആളല്ലേ? ഉമർ ഇബ്നു ഖത്താബിന് കിട്ടിയ പോലെ നിനക്ക് വലിയ സ്ഥാനം കിട്ടൂലേ? അബൂജാഹിൽ പറയാൻ, നിന്റെ പ്രവാചകൻ മുഹമ്മദ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദിനോട് എനിക്ക് ഇഷ്ടമാണ്. എന്തേ? മുഹമ്മദ് കളവ് പറയില്ല, മുഹമ്മദ് കള്ളുടിക്കില്ല, മുഹമ്മദ് പെണ്ണും പിടിക്കില്ല, മുഹമ്മദ് പലിശ വാങ്ങില്ല, മുഹമ്മദ് സത്യസന്ധന. ഞങ്ങളൊക്കെ മുഹമ്മദിനെ വിളിക്കുന്ന പേര് അൽ അമീൻ എന്നാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു അബൂജാഹിലിനോട്, ഇത്രയൊക്കെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഈ പറയുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോ അബൂജാഹിൽ പറയാം, നോ 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 നോ. ചാവാൻ കാലത്ത് അവൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? അതാണ് അബൂജാഹിലിന്റെ കിബിർ എന്ന് പറഞ്ഞത്. അവൻ പറയാണ്, എനിക്ക് മുഹമ്മദിനോടുള്ള ദേഷ്യം എന്താണെന്നറിയോ? തലയിരിക്കുമ്പോ വാലാടരുത്. ഞാനാണ് മക്കയിലെ നേതാവ്, ഞാനാണ് മക്കയിലെ കോടീശ്വരൻ. നബി ആകെയാണെങ്കിൽ ഞാനാണ് ആകേണ്ടത്, മുഹമ്മദല്ല. അപ്പൊ ഞാൻ ഇരിക്കുമ്പോ മുഹമ്മദ് നബിയാന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയല്ല, ഞാൻ വിശ്വസിക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചിട്ട് അബൂജാഹിൽ പറയാണ്, നീ എന്നെ കൊന്നോ, നീ എന്നെ കൊന്നോ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ഉറച്ചോ? ഉറച്ചു. നീ എന്നെ കൊന്നോ? ഞാൻ ചാവാൻ തയ്യാറായി കിടക്കാണ് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവസാനായിട്ട് വല്ലതും പറയാണ്ടോ ചോദിച്ചു. ചാവാൻ പോണവനോട് ചോദിക്കും, അത് ലോകനീതിയാ. അതും ചെയ്യാത്ത വൃത്തികെട്ട നാട് അമേരിക്ക എന്ന് പറയുന്ന ചെകുത്താന്റെ നാടാ. മരിക്കാൻ പോകുന്നവനോട് അവസാനം വല്ലതുണ്ടോ എന്ന് ചോദിക്കാത്ത ഒരു നാട് ലോകത്തുണ്ടെങ്കിൽ അത് അമേരിക്ക മാത്രമാണ്. സദ്ദാം ഹുസൈനിന്റെ മരണം ലൈവായി നമ്മൾ തൂക്കിലേറ്റുന്നത് കണ്ടതാണ്. അയാൾ പറഞ്ഞ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാതെയാണ് അമേരിക്ക അയാളെ കൊണ്ടുപോയി പരസ്യമായി തൂക്കിലേറ്റി കൊണ്ടുപോയത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജാഹിലിനോട് ആ മര്യാദ കാണിക്കുകയാണ്, നിനക്ക് അവസാനായിട്ട് എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചു. അബൂജാഹിൽ പറഞ്ഞു, നിങ്ങൾ കേൾക്കണോ? അബൂജാഹിൽ പറയുന്നത്, എനിക്ക് അവസാനമായിട്ടൊരു കാര്യം പറയാം. അതെന്താണെന്നറിയോ? നിന്റെ കയ്യിലുള്ള മൂർച്ചയില്ലാത്ത വാളുണ്ടോ, അതുകൊണ്ട് എന്നെ കൊല്ലരുത്. നാണക്കട. മരിക്കുകയാണെങ്കിലും നല്ല നിലക്ക് മരിക്കണ്ടേ? പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ടല്ലോ, അടി കിട്ടുകയാണെങ്കിലും മോതിരട്ട കൈ കൊണ്ട് അടി കിട്ടണം, എന്നാ അടിക്കൊരു സുഖമുണ്ടല്ലോ. എന്റെ കയ്യിലുള്ള ചാവാളി വാളയിട്ട് എന്നെ അറക്കരുത്. എന്റെ അരയിൽ കിടക്കുന്നുണ്ട് ഒരു വാള്, സ്വർണത്തിന്റെ പിടിയുള്ള വാള്. നീ എന്റെ അരയിലുള്ള ഈ വാൾ ഊരിയെടുക്കണം. എന്നിട്ട് എന്റെ കഴുത്ത് എങ്ങനെ മുറിക്കണം എന്നറിയോ? സാധാരണ ഒരാളുടെ കഴുത്ത് മുറിക്കുക ഇവിടെ എങ്ങനെ ഹൽക്ക മുറിക്കുക, നീ എന്റെ അങ്ങനെ മുറിക്കരുത്. പിന്നെ എങ്ങനെ മുറിക്കണം? ഈ തോളി ഷോൾഡർ നിങ്ങളുടെ എടുത്തിട്ട് ഈ തോളി ഷോൾഡർ വരെ കയറ്റി മുറിക്കണം. അബൂജാഹിലിനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്തിനാണോ? എന്റെ തല കൊണ്ടുപോയിട്ട് നിന്റെ നേതാവ് മുഹമ്മദിന്റെ മുമ്പിൽ വെക്കണം. അപ്പൊ നിന്റെ മുഹമ്മദ് ഞെട്ടണം, എന്റെ തല കണ്ടിട്ട് ഞെട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ്റി മുറിക്കണം. ലഅനത്തുല്ലാഹി എന്ന് ആദ്യം പറഞ്ഞിട്ടേ അബൂജാഹിൽ പറയാൻ പാടുള്ളൂ. ലഅനത്ത് മുന്തിക്കണം. അത്രയും വൃത്തികെട്ട കിബറിന്റെ കിബറാണ്.